നമ്മുടെ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, പിന്നെയും നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ അവസരം ലഭിച്ചതോർ ദൈവത്തിന് നന്ദി പറയാം. എല്ലാവരും ഈസ്റ്ററൊക്കെ ആഘോഷിച്ച് സന്തോഷത്തിലായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തതായിരിക്കണമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അതായത് നമ്മുടെ വാക്കുകൾ കൊണ്ട് ആരെയും മുറിവേൽപ്പിക്കരുത്. വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. തൊടുത്തു വിട്ട അമ്പും പറഞ്ഞു വിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റുകയില്ല എന്നാണ് ഒരു ചൊല്ലുള്ളത്. അത് അക്ഷരാർത്ഥത്തിൽ ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തും നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോകുന്നു. അതിന് മുന്നോടിയായി സ്ഥാനാർത്ഥികളും അവരുടെ കൂടെയുള്ള സഖാക്കളും നേതാക്കളും ഒക്കെ എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ചും എതിർ പാർട്ടിയെക്കുറിച്ചും ഒക്കെ വളരെ മോശമായ അല്ലെങ്കിൽ കളങ്കപ്പെടുത്തുന്ന തെറ്റായ പ്രസംഗങ്ങളും വാക്കുകളും ഒക്കെ ഉപയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടി അപ്പോൾ തന്നെ പ്രചരിക്കുകയും അത് എതിർ കക്ഷികൾ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും പോലീസിനെ അറിയിക്കുകയും നിയമവൃത്തങ്ങളിൽ കൂടി അത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്ക് ചിലപ്പോൾ ഒരു സ്ഥാനാർത്ഥിയുടെ വിജയ സാധ്യതയെ പോലും ഇല്ലാതാക്കുവാൻ കഴിയുന്ന തരത്തിലാണ് എന്നുള്ളത് ചർച്ചാ വിഷയമായിട്ടുണ്ട്. പുതിയ നിയമത്തിൽ യാക്കോബ് എന്ന അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പ് പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അതെ, താൽക്കാലികമായി എതിരാളിയെ പരാജയപ്പെടുത്തുവാനും ഒരു വിജയം ലഭിക്കുവാനും ഒരു മേൽക്കൈ ലഭിക്കുവാനും പറഞ്ഞുവിടുന്ന വാക്കുകൾ, അതിനകത്തെ സത്യാവസ്ഥ എത്രയുണ്ടെന്നോ അതിൻ്റെ വാസ്തവം എന്തുണ്ടെന്നോ അത് മറ്റൊരാളെ എങ്ങനെ ബാധിക്കുമെന്നോ പലപ്പോഴും പലരും ചിന്തിക്കാറില്ല. തനിക്ക് ജയിക്കണം, എതിരാളിയെ പരാജയപ്പെടുത്തണം എന്നുള്ള ചിന്തയോടുകൂടി പറഞ്ഞു വിടുന്ന വാക്കുകൾക്ക് പലപ്പോഴും വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്തോത്രം. ഒരു വാക്കുകൊണ്ട് നമുക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും നേടിയെടുക്കാൻ പറ്റും. ഒരിക്കലും ഇനിയും സാധ്യമല്ല എന്ന് നാം ചിന്തിച്ച് തള്ളിക്കളഞ്ഞ വിഷയത്തിൽ പോലും വളരെ നല്ല ഒരു വാക്കുകൊണ്ട് വലിയ പ്രതികരണം നമുക്ക് അനുകൂലമാക്കി നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ ഉദാഹരണം ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൽ അതിൻ്റെ 36 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ പശ്ചാത്തലം യേശുവിനെ ക്രൂശിക്കുന്നതോടൊപ്പം തന്നെ കുറ്റക്കാരായ 2 കള്ളന്മാരെയും യേശുവിന് അപ്പുറവും ഇപ്പുറവുമായിട്ട് ക്രൂശിച്ചു
എന്ന് നമുക്കറിയാം. അവരിൽ ഒരുവൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇവൻ യേശുവിനെ കുറിച്ച് അവൻ ഇങ്ങനെ പറഞ്ഞു: ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ, ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളെ പരിഹസിച്ചു പറഞ്ഞു. പടയാളികളും അവനെ പരിഹസിച്ചു. അടുത്ത് വന്ന് അവന് പുളിച്ച വീഞ്ഞ് കാണിച്ചു. നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ അവരോടൊപ്പം തൂക്കിയ ഒരു കള്ളനായ ദുഷ്പ്രവൃത്തിക്കാരൻ ഇങ്ങനെ പറഞ്ഞു: നീ ക്രിസ്തു അല്ലയോ? നിന്നെ തന്നെയും ഞങ്ങളെ തന്നെയും രക്ഷിക്കുക എന്ന് പറഞ്ഞ് അവനെ ദുഷിച്ചു. സ്തോത്രം. രണ്ട് കള്ളന്മാരിൽ ഒരുവൻ യേശുവിനെ ദുഷിച്ചു. എന്നാൽ മറ്റവൻ അവനെ ശാസിച്ചു. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്ന് മറ്റവൻ യേശുവിനെ ദുഷിച്ച ആ മനുഷ്യനെ ശാസിക്കുന്നത് കാണുവാൻ സാധിക്കും. നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. സ്തോത്രം. വേണമെങ്കിൽ ആ മനുഷ്യനും യേശുവിനെ ദുഷിക്കുകയോ പരിഹസിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യാമായിരുന്നു. കാരണം മരിക്കാൻ പോവുകയാണ്, ഇനിയും നാളെ എന്തെന്നുള്ള ചിന്ത വരുന്നില്ല. എന്നാൽ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ പെട്ടെന്നൊരു മാനസാന്തരമുണ്ടായി, അവൻ്റെ ചിന്തകൾക്ക് വ്യത്യാസമുണ്ടായി. സ്തോത്രം. എന്നിട്ട് അവൻ പറയുന്നത്, പിന്നെ അവൻ യേശുവിനോട്: യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. സ്തോത്രം. അവനൊരു കാര്യം പെട്ടെന്ന് ബോധ്യമായി. രണ്ട് ദുഷ്പ്രവൃത്തിക്കാരായ ഞങ്ങളുടെ നടുവിൽ ക്രൂശിച്ചിരിക്കുന്ന ഈ യേശു എന്ന മനുഷ്യൻ ഇതൊരു സാധാരണക്കാരനല്ല. അവനൊരു തിരിച്ചറിവ് കിട്ടി, അവനൊരു വെളിപ്പാട് കിട്ടി എന്ന് പറയുന്നതാണ് വാസ്തവം, നല്ലത്. അവന് കാര്യങ്ങൾ മനസ്സിലായി. അവൻ പറഞ്ഞത്: യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമേ. സ്തോത്രം. അവന് മനസ്സിലായി, ഈ യേശു ഒരു നാൾ രാജത്വം പ്രാപിച്ച് ഭൂമിയെ ഭരിക്കുവാൻ വരും, അന്ന് എന്നെയും ഓർക്കണമേ എന്ന് ആ മനുഷ്യൻ യേശുവിനോട് അപേക്ഷിക്കുവാനിടയായി. ഇതാ അവൻ്റെ ആ വാക്ക് കേട്ട ഉടൻ തന്നെ യേശു കൊടുത്ത മറുപടി. യേശു അവനോട്: ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. സ്തോത്രം. അതെ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സ്നേഹിത, ഞാൻ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ മാത്രമല്ല, അന്ന് നീ എന്നോട് കൂടെ കാണും. എന്നാൽ നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും എന്ന് യേശു പറഞ്ഞിട്ടുള്ള വാക്യം അനുസരിച്ച് ഇതാ യേശുവിനെ ന്യായീകരിക്കുകയും യേശുവിനെ അംഗീകരിക്കുകയും യേശുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി പ്രതീക്ഷയോടെ ആഗ്രഹിക്കുകയും ചെയ്ത ആ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥ കർത്താവിന് മനസ്സിലായി. യേശു പറഞ്ഞു: ഞാൻ രാജത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ അല്ല, നീ ഇന്ന് തന്നെ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വളരെയധികം പരിജ്ഞാനത്തോടു കൂടിയ ഒരു വാക്കിന് എന്ത് വ്യത്യാസം ജീവിതത്തിൽ വരുത്തുവാൻ സാധിക്കും, ആ വാക്കിന് എത്ര ശക്തിയുണ്ട് എന്നുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഒരു വാക്കുകൊണ്ട് അവന് ലഭിച്ചത് ദൈവരാജ്യമാണ്. ഒരു വാക്കുകൊണ്ട് അവന് ലഭിച്ചത് മാനസാന്തരമാണ്. ഒരു വാക്കുകൊണ്ട് അവന് ലഭിച്ചത് നീതീകരണമാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുകയല്ല വേണ്ടത്. നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ആശ്വാസത്തിൻ്റെ ഒരു സൂചനയാണ് നാം നൽകേണ്ടത്. അവരെ ഒന്ന് സമാധാനിപ്പിക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ, അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ,
ഒരു വാക്കുകൊണ്ട് അവർക്കൊരു പ്രത്യാശയുടെ ഒരു കിരണം കാണിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ അതാണ് നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. വേദപുസ്തകം പ്രസംഗിക്കുകയും സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്ന അതേ വ്യക്തികൾ തന്നെ തൻ്റെ കൂടെയുള്ളവരെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ദുഷിച്ചു പറയുന്ന പ്രവണത ഇന്നും നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പും ഒന്നിച്ച് പുറപ്പെടുമോ? ഒരിക്കലുമില്ല. അത് ഏതെങ്കിലും മാജിക്കാർ ട്രിക്കായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. മാജിക്കുകാർക്ക് എന്ത് കാണിക്കാം, അതും അവരുടെ കൈമിടുക്കുകൊണ്ട് കാണിക്കുന്നതാണ്. കൺകെട്ട് വിദ്യയാണ്. ഒരിക്കലും ഒരേ ഉറവയിൽ നിന്ന് കയ്പും മധുരവും ഒന്നിച്ച് പുറപ്പെടുകയില്ല. സുവിശേഷം പ്രസംഗിക്കുന്ന നാക്കുകൊണ്ട് കൂട്ടു സഹോദരനെ ആക്ഷേപിക്കുമ്പോൾ, അവനെതിരായിട്ട് സംസാരിക്കുമ്പോൾ, അവനെ കുറ്റം വിധിക്കുമ്പോൾ പറഞ്ഞുവിടുന്ന വാക്കുകൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ എത്രയധികം വേദന സൃഷ്ടിക്കുമെന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അത് രാഷ്ട്രീയമായാലും സുവിശേഷ മേഖലയായാലും മറ്റുള്ള ഏത് മേഖലയായാലും വാക്കുകൾക്ക് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുവാനും അതേ വാക്കുകൾക്ക് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും സാധിക്കും എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ നാവ് ഒരു തീയാണ്. ഇത് കാട് കത്തിക്കുന്നതാണ്. ഒരു ചെറിയ അവയവമാണ് നാവ്, എങ്കിലും ഇത് വലിയ കാട് കത്തിക്കുമെന്ന് അപ്പോസ്തലൻ പറഞ്ഞത് 100% സത്യമാണ്. 2 ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുവൻ നീതീകരിക്കപ്പെട്ടു, മറ്റവൻ നരകത്തിന് യോഗ്യനായി മാറിയപ്പോൾ വേറൊരുവനിത യേശുവിൻ്റെ അടുക്കൽ അവൻ ഒരു വാക്ക് സംസാരിച്ചത് നിമിത്തം അവൻ നീതീകരിക്കപ്പെട്ടവനായി ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ അവനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുത്തിയതായിരിക്കട്ടെ. വേഗത്തിലൊന്നും പറയാതെ, കോപിച്ച് ആകാത്ത വാക്കുകളൊന്നും വായിൽ നിന്ന് പുറപ്പെടുവാനിടയാകാതെ, മറ്റുള്ളവർക്ക് വേദന വരുത്തുന്ന ഒന്നും സംസാരിക്കാനിടയാകാതെ നമ്മുടെ വാക്കുകൾ സമാധാനവും സന്തോഷവും മറ്റുള്ളവർക്ക് പ്രത്യാശയും നൽകുന്നതായി തീരുവാൻ നമുക്ക് മേലിൽ സൂക്ഷിക്കാം. നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരായ നിങ്ങളോടൊപ്പമുണ്ട്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.